കേരളത്തിൽ ഏകദേശം 130ഓളം സ്പീഷീസ് ഉണ്ട് പാമ്പുകൾ. അതിൽ ബഹുഭൂരിപക്ഷവും വിഷമില്ലാത്ത പാമ്പുകളാണ്. മനുഷ്യന് ഉപകാരമേ ഉള്ളൂ. ഒരു 10ൽ താഴെ പാമ്പുകൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വിഷമുള്ളൂ. പിന്നെ വളരെ ചെറിയ തോതിൽ വിഷമുള്ള ചില പാമ്പുകളുണ്ട്. ഇനി ഈ വിഷമുള്ള പാമ്പും മനുഷ്യൻ ദൂരെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് വെച്ചിട്ട് ഓടി വന്ന് കടിക്കില്ല. അതിന് അപകടം തോന്നുന്ന വളരെ അടുത്ത് അപ്രതീക്ഷിതമായി ഒരാൾ എത്തിപ്പെടുമ്പോൾ പ്രതിരോധം എന്ന രീതിയിൽ മാത്രമേ അത് കടിക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഓടിച്ചിട്ട് മനുഷ്യനെ കടിക്കില്ല. ഇപ്പം നമ്മൾ പല വാർത്തകൾ കേൾക്കും, എല്ലാം ഈ നിറം പിടിപ്പിച്ച തെറ്റായ വാർത്തകൾ. ബൈക്കിലൂടെ ഇങ്ങനെ രാത്രി ഓടിച്ചു വരുമ്പോഴേക്കും ഒരു പാമ്പിൻ്റെ വാലിലേക്ക് കയറി 6 കിലോമീറ്റർ ഓടിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ആ പാമ്പ് പിന്തുടർന്നു ഒന്ന് കടിച്ചു. ഒരാൾ പാമ്പിനെ കല്ലെടുത്തെറിഞ്ഞു. അടുത്ത വർഷം ആ പാമ്പ് അതിൻ്റെ ഇണ വന്നു ആളെ കടിച്ചു, പക വീട്ടി. ഇതൊക്കെ സത്യത്തിൽ ഫേക്കാണ്. അതായത് ബൈക്ക് ഓടിച്ചു പോകുമ്പോഴേക്കും ആൾ കണ്ടത് വേറെ പാമ്പ്, വീട്ടിൽ വന്നപ്പോഴേക്കും ആൾ കണ്ടത് വേറൊരു പാമ്പ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഒരിക്കലും പാമ്പിന് ഓർത്തു വയ്ക്കാനോ പക വീട്ടാനോ പിന്തുടർന്നോ ഒന്ന് കടിക്കാനോ ഒന്നും സമയവുമില്ല, അതിനുള്ള ബുദ്ധിയുമില്ല. വളരെയധികം ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെയധികം കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ. ബുദ്ധി വളരെ കുറവാണ്, ഓർമ്മശക്തി വളരെ കുറവാണ്. ഒരാൾ പാമ്പിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വളർത്തുന്ന ഉടമസ്ഥനെ അല്ലെങ്കിൽ ആ വളർത്തുന്ന ആളിനെ തിരിച്ചറിയാനുള്ള ഓർമ്മ പോലും പാമ്പിനില്ല. നമ്മൾ വീട്ടിൽ ഏത് ജീവി വളർത്തിയാലും നമ്മളോടത്ത് ഭയങ്കര പൂച്ച നമ്മളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് കാണിക്കും. വീട്ടിൽ വളർത്തുന്ന ഇപ്പം കോഴിയൊക്കെ ആയാലും അല്ലെങ്കിൽ ആട്, പശു തുടങ്ങിയ ജീവികളൊക്കെ ആയാലും നമ്മളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് കാണിക്കും, അടുപ്പം കാണിക്കും. പാമ്പിനെ ഇപ്പൊ പെറ്റ്സായിട്ട് ഒരുപാട് പേര് പാമ്പിനെ വളർത്തുന്നുണ്ട്. അതായത് എക്സോട്ടിക് ആയിട്ടുള്ള പാമ്പുകളെ പലരും വളർത്തുന്നുണ്ട്. അത് ഈ കോവിഡ് ലോക്ക്ഡൌണോട് കൂടി തുടങ്ങിയ ഒരു ട്രെൻഡാണത്. ഇപ്പൊ പലരുടെ കൈവശം അത്തരം പാമ്പുകളുണ്ട്. അതായത് നിയമപരമായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്തിട്ട് പരിവേഷ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോർട്ടലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പെർമിഷനോട് കൂടി വളർത്താം. അത്തരം എക്സോട്ടിക് പെറ്റ്സിനെ വളർത്താം. അത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ അതിനുള്ള വകുപ്പുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ യജമാനനെ മറ്റ് ജീവികൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഓണറെ മറ്റ് ജീവികൾ തിരിച്ചറിയുന്നത് പോലെ പാമ്പിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അത് വല്ലാത്തൊരു കൗതുകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാലും മനുഷ്യന്മാർ പാമ്പിനെ പേടിക്കുന്നുണ്ട്, വല്ലാതെ ഉപദ്രവിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പാമ്പ് എൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് വെച്ചോ, ഒരു പാമ്പ് വന്നു, അതിപ്പോൾ വിഷമുള്ള പാമ്പാണ്, നമുക്ക് മനസ്സിലാവില്ല, അറിയില്ല, അതിൻ്റെ പേരുന്ന ആളെ നമുക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് വനം വകുപ്പ് തന്നെ നടപ്പിൽ വരുത്തിയ 2020 മുതൽ സർപ്പ എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാതെ തന്നെ പരിസരത്തുള്ള വനം വകുപ്പിൻ്റെ അംഗീകാരമുള്ള റെസ്ക്യൂർമാരുണ്ട്, സ്നേക്ക് റെസ്ക്യൂർമാർ, ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് ആണ് അവർ. അവർക്കെല്ലാം അലേർട്ട് പോകും. അവർക്ക് ഈ റിപ്പോർട്ട് ചെയ്ത ആളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാതെ തന്നെ സ്ഥലത്തെത്തി ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. റെസ്ക്യൂ ചിലപ്പോൾ ആള് സ്ഥലത്തെത്തി നോക്കുമ്പോഴേക്കും റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ വെനമസ് ആയിരിക്കില്ല, അപകടകാരി ആയിരിക്കില്ല. ചിലപ്പോൾ ആ പാമ്പ് സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ടാവും. വെനമസ് ആണെങ്കിൽ വളരെ സേഫായിട്ട് അവർ അതിനെ പിടികൂടി മാറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പരിസരത്തുള്ള റെസ്ക്യൂവേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ കളക്ട് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കുക. അത് പ്രധാനമായും ജനപ്രതിനിധികൾ, സ്കൂൾ അധ്യാപകർ, അത്തരത്തിലുള്ള കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പരിസരത്തുള്ള ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന വോളണ്ടിയേഴ്സിന്റെ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒരാൾക്കിപ്പോൾ കോള് കിട്ടുന്നത് ആള് അന്നേരം അല്പ തിരക്കിൽ നിൽക്കുകയാണെങ്കിൽ തൊട്ടടുത്ത അവൈലബിൾ ആയിട്ടുള്ള ആൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2020 ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 47,000-ഓളം പാമ്പുകളെയാണ് ഈ ഒരു കാലയളവിൽ നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിരിക്കുന്നത്. സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻസും വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്നേക്ക് കൺസർവേഷനോട് കൂടി തന്നെ സ്നേക്ക് ബൈറ്റ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടുമാണ്. ജനങ്ങളുടെ സേഫ്റ്റിയും പാമ്പുകളുടെ സേഫ്റ്റിയും ഒരേ സമയം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആപ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. അതായത് 120-ലധികം ആൾക്കാർ ഓരോ വർഷവും പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പം ഏകദേശം ഒരു 20-നും 30-നും ഇടയ്ക്ക് എന്നുള്ള രീതിയിലേക്ക് മരണങ്ങൾ താഴ്ത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ക്രമേണ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു 4-5 വർഷം കൊണ്ട് 0-യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.